എല്ലാവർക്കും സ്വാഗതം. വെക്കേഷനൊക്കെ അല്ലേ? എറണാകുളത്ത് നിന്നും വളരെ കുറച്ച് ദൂരത്തിൽ സഞ്ചരിച്ച് എത്തിപ്പെടാവുന്ന കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഹായ്, ഞാൻ അനുപമ. ഞാൻ അഭിഷേക്. വെൽക്കം ടു ബാക്ക്. എറണാകുളം ജില്ലയിലെ മലയാറ്റൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ആറാട്ടുകടവ്. ആറാട്ടുകടവ് പെരിയാർ നദിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ തന്നെ ഒരു അടിപൊളി വൺ ഡേ ട്രിപ്പ് ലൊക്കേഷൻ കൂടിയാണ്. പേര് പോലെ തന്നെ ഇതൊരു കടവാണ് കേട്ടോ. ഇവിടെ ചുറ്റും ഒരു കാടിൻ്റെ ആംബിയൻസ് ആണ് കേട്ടോ. ചെറിയൊരു ഫോറസ്റ്റ് വഴിയിലൂടെയാണ് നമ്മൾ ഈ കടവിലേക്ക് ഇറങ്ങുന്നത്. നട്ടുച്ച സമയമാണെങ്കിൽ കൂടി കാട്ടുപ്രദേശമായതിനാൽ ഇവിടെ അധികം ഇങ്ങനെ ചൂടൊന്നും തോന്നുന്നില്ല. ചെറിയൊരു ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ പെരിയാർ നദിയുടെ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. രാവൺ എന്ന സിനിമയുടെ കുറേ ഭാഗങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഈ ലൊക്കേഷനിൽ ഒരുപാട് പേരാണ് കുളിക്കുവാൻ വരുന്നത്. അത്ര തിരക്കുള്ള ഒരു ലൊക്കേഷൻ ഒന്നല്ല, ആളുകളിലേക്ക് പതിയെ എത്തി വരുന്നതുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ശാന്തവും ക്ലീൻ ആയിട്ടാണ് ഈ പ്രദേശം കിടക്കുന്നത്. ഇവിടെ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അവനവൻ്റെ സേഫ്റ്റി ഉറപ്പാക്കിയിട്ട് അവനവൻ്റെ റിസ്കിൽ മാത്രം വെള്ളത്തിലിറങ്ങുക. ഇവിടുത്തെ നാട്ടുകാരൊക്കെ അലക്കാനൊക്കെ വരുന്ന ഒരു പ്രദേശമാണ്. വളരെ ക്ലീൻ ആയിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നത്. അതുകൊണ്ട് ഇവിടെ മലിനമാക്കരുത്. ആറാട്ടുകടവിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ആറാട്ടുകടവ് ശ്രീ ദുർഗാ ക്ഷേത്രം. പെരിയാർ നദിയോട് ചേർന്ന് ചുറ്റും കാടിന് നടുക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ ഏക ജലദുർഗാ ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു. പണ്ടുകാലത്ത് ടിപ്പു സുൽത്താൻ പടയോട്ടത്തിനിടെ ഇവിടെ വന്നിരുന്നു എന്നും ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നും പറയപ്പെടുന്നു. പിന്നീട് പുനഃസ്ഥാപിക്കുകയാണ് ഉണ്ടായത്. അമ്പലത്തിന് ചുറ്റും ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള കാട്ടുപ്രദേശമാണ്, അങ്ങോട്ടേക്ക് ആരും കടക്കരുത് കേട്ടോ. ഇവിടെ ഇല്ലികൾ ഇങ്ങനെ ഒരു ആർച്ച് ഫോമിൽ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ലൊരു അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് കേട്ടോ ഇത്. സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന രണ്ട് സ്പോട്ടുകളും. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് വെള്ളത്തിലിറങ്ങി കാലൊക്കെ നനച്ച് കുറച്ച് അടിപൊളി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണിത്. നമുക്കിനി ഇതിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു എക്കോ ടൂറിസം സെൻറ്ററിലേക്ക് പോവാം. ആറാട്ടുകടവിൽ നിന്നും വെറും 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണ് പാണംകുഴി എക്കോ ടൂറിസം സെൻറ്റർ. പ്രകൃതി സൗന്ദര്യവും പരിസ്ഥിതി സംരക്ഷണവും സംയോജിപ്പിച്ചുള്ള ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ഒരാൾക്ക് 50 രൂപയാണ് ഇവിടെ എൻട്രി ഫീസ് വരുന്നത്. അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെയുണ്ട്. പാർക്കിംഗ് ഫീസ് വരുന്നത് 50 രൂപയാണ് കേട്ടോ കാറിന്. മഹാഗണി തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള ചെറിയൊരു ട്രക്കിംഗ് ട്രയലും പെരിയാർ നദിയിലെ കുളിക്കടവും ട്രീ ഹൗസും ബാംബു ഹട്ടുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. കുളിക്കടവിലേക്ക് എത്തുവാനായിട്ട് 2 റൂട്ടുകളാണുള്ളത്. ഒന്ന് കാട്ടിനിടയിലൂടെയുള്ള ഈ ഒരു ചെറിയ ട്രക്കിംഗ് ട്രയൽ. ഇതുകൂടാതെ ഏത് പ്രായക്കാർക്കും സുഖമായി നടന്നു പോകാൻ പറ്റുന്ന ഒരു റൂട്ട് അപ്പുറത്തെ സൈഡിലുമുണ്ട്. ഫോറസ്റ്റിന്റെ അനുമതിയോടുകൂടിയുള്ള ഈ വനപാതയിലൂടെയുള്ള നടത്തം അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ സമ്മർ വെക്കേഷന് നാട്ടിലെ ചൂടിൽ നിന്നും വെയിലിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് കുട്ടികളുമായിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ലൊക്കേഷനാണിത്. രാവിലെ 8 മണിക്ക് ഇവിടെ ഓപ്പൺ ആവും. ആ ഒരു ടൈമിൽ വന്നാൽ ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സിനാണെങ്കിൽ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഇത് മലയണ്ണാനാണ് ഈ കാണുന്നത്. വനപാതയിലൂടെയുള്ള കുറച്ച് നേരത്തെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. വരുന്ന സഞ്ചാരികൾക്ക് ചായയും കോഫിയും കുറച്ച് ലഘുഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ പെരിയാർ നദിയുടെ കുളിക്കടവ്. വരുന്ന ഏതൊരു സഞ്ചാരികൾക്ക് ഇവിടെ ആഴമൊന്നും ഇല്ലാത്തതിനാൽ കുളിക്കാൻ പറ്റും. സെക്യൂരിറ്റിയുടെ നിർദ്ദേശപ്രകാരം മാത്രം വെള്ളത്തിലിറങ്ങുക. പ്രായഭേദമെന്നേ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ഇവിടെ വെള്ളത്തിലിറങ്ങി എൻജോയ് ചെയ്യുന്നുണ്ട്. അപകട സാധ്യത വളരെ കുറവുള്ള ഒരു പ്രദേശമാണിത്. എന്നാലും അവനവൻ്റെ സുരക്ഷ ഉറപ്പാക്കി മാത്രം വെള്ളത്തിലിറങ്ങുക. ഇവിടെ ചുവന്ന റിബൺ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മറുവശത്തേക്ക് ആരും കടക്കരുത്. സഞ്ചാരികൾക്കായി ഒരുപാട് ഊഞ്ഞാലുകൾ ഇവിടെ പണിതിട്ടിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ട്രീ ഹൗസ് ആണ്. നമുക്കൊന്ന് മുകളിലേക്ക് കയറി നോക്കാം. ഒരേ സമയം 5 പേർക്ക് മാത്രമേ ഈ ട്രീ ഹൗസിൽ കയറുവാൻ പാടുള്ളൂ. അത്യാവശ്യം കുറച്ച് പടികളൊക്കെ ഉണ്ട്, എന്നാലും എളുപ്പത്തിൽ കയറുവാൻ പറ്റും. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. പെരിയാർ നദിയുടെ നല്ല പെനറമിക് വ്യൂ ആണ് നമുക്ക് ഏർമാടത്തിൽ നിന്ന് കിട്ടുന്നത്. ഇതിൻ്റെ മറുകരയിൽ വേറൊരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്, മഹാഗണിത്തോട്ടം. മഹാഗണിത്തോട്ടം എക്കോ ടൂറിസം സെന്ററിന്റെയും എറണാകുളത്ത് നിന്ന് പോയിട്ട് ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുന്ന മറ്റ് ടൂറിസ്റ്റ് സ്പോട്ടുകളുടെയും ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം.
ഇവിടെ സ്ത്രീകൾക്കായിട്ട് ഒരു ചേഞ്ചിങ് റൂമും ഉണ്ട്. ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങിയിരിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ഊഞ്ഞാലുകളും ബാംബൂ ഹട്ടുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ കുളിക്കടവിലേക്ക് എത്തുവാനുള്ള മറ്റൊരു വഴി. ഏതൊരു പ്രായക്കാർക്കും സുഖമായി വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇതുപോലുള്ള പ്രകൃതി രമണീയമായ ഹിഡൻ സ്പോട്ടുകളായിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ആൻഡ് ബൈ ബൈ ഫ്രം ബാക്ക് പാക്ക് കപ്പിൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ.